തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ചതിൽ പിന്നാലെ ഒരു വലിയ തോതിലുള്ള ഒരു വിവാദ വിഷയം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു കുത്തിത്തിരിപ്പ് സംഭവം എന്ന് പറയുന്നത് ഈ ശ്രീലേഖ മേയറായില്ല, പകരം ആയത് രാജേഷാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഈ പ്രമുഖ മീഡിയ ചാനലുകൾ കൊടുക്കുന്നതാണ്. അതായത് അവരുടെ ആഗ്രഹത്തിനൊത്ത്, അതായത് അവർ കൊടുത്തിരുന്നത് പോലെ അല്ലെങ്കിൽ അവർ വാർത്തകൾ പടച്ചു വിട്ടതുപോലെ ശ്രീലേഖ മേയറായില്ല, പകരം ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിച്ചു. അവിടെ രാജേഷ് മേയറാവുകയും ഡെപ്യൂട്ടി മേയറായിട്ട് ആശാനാഥ് വരികയും ചെയ്ത ഒരു സിറ്റുവേഷൻ. അതിനുശേഷം പലതരത്തിലുമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന തരത്തിൽ ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയത്തിൽ ഒരു പുതുമുഖമാണ്. അതുകൊണ്ട് തന്നെയും രാഷ്ട്രീയ കളികൾ അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റേതായിട്ടുള്ള ഒരു പക്വതക്കുറവ് രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന തരത്തിൽ ശ്രീലേഖയ്ക്ക് ഉണ്ടാവാം. അത് മുതലെടുത്തുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ മാധ്യമങ്ങൾ പല രീതിയിൽ വളച്ചൊടിച്ച് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പൻ വാർത്തകൾ ഉണ്ടാക്കി ശ്രീലേഖയും BJPയും തമ്മിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ശ്രീലേഖ അതിർത്തിയിലാണ്, അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വാർത്ത വീണ്ടും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂ ഈ പറയുന്ന ശ്രീലേഖ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വച്ചുകൊണ്ട് ഇപ്പോൾ അങ്ങ് കാച്ചുവാണ് ഈ പറയുന്ന തരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ. അതിൽ തന്നെ എടുത്തു പറയാനുള്ള ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് വന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയും അത് BJPക്ക് എതിരായിരുന്നു, അല്ലെങ്കിൽ അതിർത്തിയാണ്, ശ്രീലേഖയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്, ശ്രീലേഖയെ മേയറാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ BJP മത്സരരംഗത്ത് ഇറങ്ങിയത്. എന്നിട്ട് അവസാനം ശ്രീലേഖയെ തേച്ചു, ശ്രീലേഖയെ മേയറാക്കിയില്ല, പകരം രാജേഷായി എന്നുള്ള തരത്തിലൊക്കെ തന്നെ അതിനെ കുടപിടിക്കുന്ന തരത്തിൽ ശ്രീലേഖയുടെ ചില ഇൻ്റർവ്യൂ ഭാഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങളൊക്കെ വച്ചുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷമാണ് ഈ പറയുന്ന തരത്തിൽ ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങൾ പൊക്കിപ്പിടിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ശ്രീലേഖയെ പറ്റിച്ചു, ശ്രീലേഖ BJP വിടാൻ പോകുന്നു, ഇനി ശ്രീലേഖ BJPയിൽ തുടരില്ല, വലിയ തോതിലുള്ള അതിർത്തി ഇപ്പോൾ BJPയും ശ്രീലേഖയും തമ്മിലായി കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പല രീതിയിൽ ഇങ്ങനെ പരക്കുന്നുണ്ട്. അതിൽ തന്നെ ഇടതുപക്ഷം അതിനിടയിൽ കൂടി ചരടുവലി നടത്തുന്നുണ്ടോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ശ്രീലേഖയെ അവരുടെ പക്ഷത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു നീക്കവും ഇതിനിടയിൽ കൂടി നടക്കുന്നുണ്ട്. ഇതിനിടയിൽ വാർത്താ ചാനലുകൾ എല്ലാം കൂടി തന്നെ മേയറായിട്ടുള്ള രാജേഷിൻ്റെ അടുത്ത് പോവുകയും രാജേഷിൻ്റെ അടുത്ത് ഈ പറയുന്ന തരത്തിൽ ശ്രീലേഖയുടെ ആ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് ചോദിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. പക്ഷേ രാജേഷ് വളരെ പക്വതയോടുകൂടി തന്നെ അതിൻ്റെ മറുപടി നൽകി. അതായത് മാപ്രകളുടെ ആ ഒരു കെണിയിൽ വീഴാതെ നല്ലൊരു രീതിയിലുള്ള ഉത്തരമാണ് രാജേഷ് കൊടുത്തത്. കാരണം ആ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, അത് കണ്ടതിന് ശേഷം മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നുള്ളത് രാജേഷ് വളരെ വ്യക്തമായി പറയുകയുണ്ടായി. ഇതിനെല്ലാത്തിനും ശേഷം പിന്നെ വീണ്ടും ഈ വാർത്ത തന്നെയാണ് തലങ്ങും വിലങ്ങും ഈ പറയുന്ന രീതിയിൽ മാപ്രകൾ എടുത്തിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ ശ്രീലേഖ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ശ്രീലേഖ ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിലേക്ക് പോകുമോ അതോ ഇനി വലതുപക്ഷത്തിലേക്ക് പോകുമോ എന്നൊന്നുമല്ല. ശ്രീലേഖ ഇപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകിയിരിക്കുകയാണ്. അത് ഇടതുപക്ഷത്തിനായാലും വലതുപക്ഷത്തിനായാലും ഈ പറയുന്ന മാപ്രകൾക്കായാലും വളരെയധികം രീതിയിൽ ദഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ ശ്രീലേഖയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് മാധ്യമങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീലേഖ തൻ്റെ FB പേജിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിൽ എന്നുള്ളത് ശ്രീലേഖ വെടിപ്പിന് എഴുതി ചേർത്തിരിക്കുകയാണ്. ഇന്ന് എന്നെ ഓഫീസിൽ പ്രവേശിപ്പിക്കാതെ ശല്യം ചെയ്ത് പുറകെ നടന്ന് ചോദ്യം ചോദിച്ച് ഹറാസ് ചെയ്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ ചിലർ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം കാണിച്ച് അവരുടെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു. വിവാദങ്ങൾ വെറുതെ വിറ്റ് കാശ് റേറ്റിംഗ് ആക്കാൻ വേണ്ടി ഇതൊക്കെ കാണുന്ന പാവം മലയാളികൾ ചിലരെങ്കിലും അത് വിശ്വസിക്കുന്നു. കഷ്ടം. ആവർത്തിച്ചു പറയുന്നു, മാപ്രകൾ എന്ത് കള്ളം പറഞ്ഞാലും എനിക്ക് ഒരതിർത്തിയുമില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. മഹത്തായ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം മാത്രം. ഐ ആം എ പ്രൗഡ് പാർട്ടി വർക്കർ, എ ഹാപ്പി വാർഡ് കൗൺസിലർ ആൻഡ് എ ഡെഡിക്കേറ്റഡ് പബ്ലിക് സർവൻറ്റ്. മൈ റെസ്പോൺസ് ടു third-rate media persons who spread false stories, go climb a tree or for that matter many trees. ഇതായിരുന്നു മാപ്രകളുടെ അണ്ണാക്കിലിട്ട് തീയിട്ട രീതിയിലുള്ള ശ്രീലേഖയുടെ FB പോസ്റ്റ് എന്ന് പറയുന്നത്.
കാരണം കുറേ ദിവസങ്ങളായിട്ട് ഈ മാപ്രകളൊക്കെ തന്നെയും ശ്രീലേഖയുടെ പിന്നിലാണ്. ശ്രീലേഖ എന്തു പറയുന്നു, ശ്രീലേഖയ്ക്ക് അതിർത്തിയാണോ, ശ്രീലേഖ അതാണോ ഇതാണ്. ഇതൊക്കെ തീർക്കാനായിട്ട് പാർട്ടിക്കുള്ളിൽ ആൾക്കാരുണ്ട്, അതിന് വേണ്ടപ്പെട്ടവരുണ്ട്. അല്ലാതെ മാപ്രകളാണോ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് നടക്കുന്നത്? എന്തൊരു ദുരവസ്ഥയാണ് എന്നാണ് ആലോചിക്കേണ്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇതിനുള്ള കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തന്നെയാണ് ഇപ്പോൾ മാപ്രകൾക്ക് നല്ല രീതിക്ക് പച്ചയ്ക്ക്, ഇതിൽ കൂടുതൽ ഇനി പറയാനില്ല എന്ന് വേണം പറയാനായിട്ട്, ശ്രീലേഖ തന്നെ കൊടുത്തിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടത്. ഇനിയും നാണവും മാനവും ഇല്ലാതെ ഈ വാർത്തയുടെ പിന്നാലെ പോയിട്ട് അതാണ് ഇതാണ്, ശ്രീലേഖയ്ക്ക് അതിർത്തിയാണോ, BJP ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കൊടുത്തില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ പടച്ചു വിടാനായിട്ട് കുറച്ചെങ്കിലും നാണവും ഉളുപ്പുമുണ്ടെങ്കിൽ ഈ കാര്യം വിട്ട് വേറെ പല കാര്യങ്ങളും കേരളത്തിൽ ചർച്ചയാകാനായിട്ടുണ്ട്. വേറെ പ്രധാനപ്പെട്ട എന്തോരം കാര്യങ്ങൾ ഇറങ്ങുന്നത്. അപ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പടച്ചു വിടുന്നത്. പരമ കഷ്ടമെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ശ്രീലേഖ രംഗത്തെത്തുകയും ചെയ്തിരുന്നു.